പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 10-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. തിരുവചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്നോ ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടു നിന്നെ ഭയപ്പെടും. ലോകം മുഴുവനും അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന കാലത്ത് സത്യദൈവത്തെ പിന്തുടരുവാൻ മനസ്സു കാണിച്ച അബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന പേര് അവർക്ക് കൊടുത്തു. ആ പേരിന് യോഗ്യമായ പദവികളും അനുഗ്രഹങ്ങളും ബുദ്ധിയും ജ്ഞാനവും സമൃദ്ധിയും ജനത്തിന് ദൈവം കൊടുത്തു. മറ്റുള്ളവർ എത്ര പരിശ്രമിച്ചിട്ടും അവരുടെ ഒരംശം പോലും തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവജനത്തിൻ്റെ പദവി തിരിച്ചറിഞ്ഞ പലരും ഭയപ്പെട്ടു ദൈവത്തിങ്കിലേക്ക് അമേശ്വത്രം വന്നിട്ടുണ്ട്. അതുപോലെ നാം നമ്മുടെ പേരിനും പദവികൾക്കും അനുസരണമായി ജീവിച്ചാൽ ലോകം നമ്മുടെ ദൈവത്തെയും ഭയപ്പെടും എന്നുള്ളതിന് സംശയമില്ല. മനുഷ്യനായി പിറന്നിട്ടുള്ളതിൽ വെച്ച് ശലോമോനിലും വലിയ ജ്ഞാനികൾ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നവരിൽ ദൈവിക ജ്ഞാനം കവിഞ്ഞൊഴുകും. ലോകം അത് കണ്ട് ആ വ്യക്തിയെയും അവൻ്റെ ദൈവത്തെയും ഭയപ്പെടും. വൃദ്ധ ദമ്പതിമാരായ സഖര്യാവിൻ്റെയും എലിസബത്തിൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതിന് മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഭയമുണ്ടായി. അതുപോലെ മാനുഷികമായി അസാധ്യമെന്ന് മറ്റുള്ളവർ വിധിച്ചു തള്ളിയ വിഷയങ്ങളുടെ മേൽ ദൈവജനത്തിന് പ്രാർത്ഥനയിലൂടെ മറുപടി ലഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവത്തെ മറ്റുള്ളവർ ഭയപ്പെടും. വ്യവസ്ഥയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. കാര്യങ്ങൾ ബലമുള്ള ജാതികൾ പോലും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന് മഹത്വമർപ്പിക്കുകയും ചെയ്യും. ആമേൻ. ദൈവം കൽപ്പിച്ചതുപോലെ അനുസരിക്കാതിരുന്ന ശൗലിൻ്റെ ദുർഗതി കണ്ടറിഞ്ഞ ദാവീദ് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. അതുനിമിത്തം അവൻ ആദരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഭയപ്പെടുകയും ചെയ്തു ദാവീദിനെ. സ്തോത്രം. ഏറിയ നാൾ ദാവീദിൻ്റെ ഗ്രഹവും ശൗലിൻ്റെ ഗ്രഹവുമായി യുദ്ധമുണ്ടായി, പോരാട്ടമുണ്ടായി. പക്ഷേ ശൗലിൻ്റെ ഗ്രഹം നാൾക്ക് നാൾ ക്ഷയിച്ചു വന്നു. ദാവീദ് ബലപ്പെടുവാനിടയായി. ദാവീദിൻ്റെ കായിക ബലമോ സംഗീത സ്വരമാധുര്യമോ കോമള രൂപ സൗന്ദര്യമോ ശത്രുവിനെതിരെയുള്ള ആക്രമണ പാടവമോ മറ്റൊന്നും ശൗലിനെ ഭയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടെന്നറിഞ്ഞത് ശൗൽ ദാവീദിനെ ഭയപ്പെടുവാൻ തുടങ്ങി. ഒരു ദൈവവൈദ്യനോട് ദൈവമുണ്ടെന്ന് ലോകം അറിയുമ്പോൾ അവർ അവനെ ഭയപ്പെടും, അവൻ്റെ ദൈവത്തെയും ഭയപ്പെടും. ആമേൻ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം വേണമെന്ന് പ്രാർത്ഥിച്ച ദാവീദ്. സ്തോത്രം. ദാവീദിനോട് കൂടെ ദൈവമുണ്ടെന്ന് ഈ ദിവസം ശൗൽ അറിയുവാനിടയായി. ഹല്ലേലൂയ. പ്രിയ ദൈവവേദനേ, വാസ്തവമായും നീ ഒരു ദൈവ വൈദ്യനാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ വൈദ്യനാണെങ്കിൽ നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കും. അതുമാത്രമല്ല, നിന്നെ ഭയപ്പെടുവാനിടയാകും, നിന്റെ ദൈവത്തെ ഭയപ്പെടുവാനിടയാകും. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവർ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. പ്രിയ ദൈവവേദിലെ, ശത്രു വലിയവനും അഹങ്കാരനുമാണ്. നാം ആരെയും ഭയപ്പെടുത്തി ബഹുമാനമോ അംഗീകാരമോ വാങ്ങിക്കുവാൻ ശ്രമിച്ചാൽ അത് നടക്കുകയുമില്ല.
ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ആരെയും നേരെയാക്കുവാനും ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുകയുമില്ല. ഭീഷണിപ്പെടുത്തി ആരെയും ദൈവത്തെ സേവിക്കുവാനും കഴിയുകയുമില്ല. എന്നാൽ നമ്മുടെ വഴികളും ജീവിതവും ദൈവത്തിന് പ്രസാദകരമാവുകയും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മെയും നമ്മുടെ ദൈവത്തെയും ഭയപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, അനേകർ ഈ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നാം ലോക മനുഷ്യരിൽ കണ്ടുവരുന്ന ചില പ്രവണതകൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ലോകത്തെ അധികം ഭയപ്പെടുന്നവരാണ്. മക്കളെ ഭയപ്പെടുന്നവരുണ്ട്, ഭാര്യയെ ഭയപ്പെടുന്നവരുണ്ട്, ഭർത്താവിനെ ഭയപ്പെടുന്നു. ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഒരു പരിധി വരെ മാത്രമേ ആയിരിക്കാവൂ. ദൈവത്തെക്കാൾ നീ ഏതിനെയാണ് ഭയപ്പെടുന്നു? ദൈവത്തെക്കാൾ നീ എന്തിനെയാണ് സ്നേഹിക്കുന്നു? ദൈവത്തെക്കാൾ സംഘടനയോ ദൈവത്തെക്കാൾ മനുഷ്യനെയോ നീ ഭയപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്താൽ അത് നിനക്ക് ശാപമായി മാറുവാനിടയാകും. ജോലി ലഭിക്കാതിരിക്കുമോ? ലഭിച്ച ജോലി നഷ്ടമാകുമോ? വിവാഹം നടക്കാതിരിക്കുമോ? ബന്ധുക്കൾ തള്ളിക്കളയുമോ? നാട്ടുകാർ പരിഹസിക്കുമോ? ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് അനേകർ വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുവാൻ മനസ്സില്ലാതെ സ്തോത്രം സ്നാനപ്പെട്ടവരെന്ന് പറഞ്ഞവർ പോലും ജാതിക ആരാധനയിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ പലതിനെ ചൊല്ലി ഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയോടുകൂടെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ ഭയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ലോകത്തോട് ഭയപ്പെടാതെ വിളിച്ചു പറയണം, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവളാണ്, ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് ഉറപ്പും ധൈര്യത്തോടുകൂടെ പറയുവാൻ കഴിയണം. വിശ്വാസം കൂടാതെ സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ളവരെ കബളിപ്പിച്ചും സ്തോത്രം കാര്യസാധ്യതയ്ക്കും വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് നിന്റെ തലമുറകൾക്കും നിനക്കും അത് ശാപമായി മാറും. സ്തോത്രം. അത് കാണുമ്പോൾ നിന്റെ സ്തോത്രം ഹല്ലേലൂയ നിന്റെ കഷ്ടതയും നിന്റെ ശാപവും കാണുമ്പോൾ ലോകം നിന്നെ പരിഹസിക്കാനിടയാകും. നീ ആരാധിച്ചിരുന്ന ദൈവത്തെ ലോകം പരിഹസിക്കും. എന്നാൽ നീ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവഭയത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ കുഞ്ഞെ ശത്രു കാണെ നിന്നെ ദൈവം ഉയർത്തുവാനിടയാകും. ദൈവം നിന്നെ ആദരിപ്പാനിടയാകും. നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവം നൽകുവാനിടയാകും. തലമുറകളെ ദൈവം ആദരിക്കുവാനിടയാകും. ഇത് കാണുമ്പോൾ പ്രാർത്ഥിച്ചു നേടിയ ഹന്നയെ സ്വത്രം ഹന്നയെ കണ്ട് പെലീന ഭയന്നതുപോലെ ശൗൽ ദാവീദിനെ ഭയന്നതുപോലെ സ്തോത്രം ഹല്ലേലൂയ ദാനിയേലിനെ കണ്ട് ദാനിയേലിന്റെ ശത്രുക്കൾ ഭയന്നതുപോലെ ഈ ദിവസങ്ങളിൽ സ്തോത്രം പ്രിയ ദൈവപൈതലേ, നിന്നെ കണ്ട് ശത്രു ഭയപ്പെടുന്ന നിലകളിൽ ഇവനോട് കളിച്ചാൽ, ഇവന്റെ ദൈവത്തോട് കളിച്ചാൽ, ഇവന്റെ സഭയോട് കളിച്ചാൽ, ഇവന്റെ ശുശ്രൂഷയ്ക്കെതിരായി നിന്നാൽ ഹല്ലേലൂയ ദൈവം സന്ദർശിക്കും, ദൈവം എന്നെ തൊടുമെന്നുള്ള ഭയം അവനുണ്ടാകേണ്ടതിനാൽ അവൾക്കുണ്ടാകേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാമോ? ഭയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കാമോ? ലോകം ഒരു സമയമാകുമ്പോൾ നിന്നെ കണ്ട് ഭയപ്പെടുന്ന നിലകളിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയും. സഭയെ കബളിപ്പിച്ച് ദൈവനാമത്തെ ദുഷിപ്പിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുവാൻ കഴിയും? കുഞ്ഞെ, ദൈവത്തെ നീ ഭയന്നാൽ ലോകം നിന്നെ ഭയക്കുന്ന നിലകളിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. ആകയാൽ പ്രിയ ദൈവവേദിയിലെ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടു നിന്നെ ഭയപ്പെടും. ആദ്യം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കണം. ആ വിളിയും തിരഞ്ഞെടുപ്പും നീ തിരിച്ചറിയണം. വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയാത്തത് കൊണ്ടാണ് നീ ഒരു പരിഹാസപാത്രമായി മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാനിടയാകും. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ ജാതികൾ നിന്നെ ഭയപ്പെടും. നിന്നെ പരിഹസിച്ചവർ നിന്നെ ഭയപ്പെടും. നിന്നെ നിന്ദിച്ചവർ, നിന്നെ മാറ്റി നിർത്തിയവരെല്ലാം ഈ ദൈവത്തെ ഭയപ്പെടുവാനിടയാകും. ആകയാൽ ഇന്ന് പ്രഭാതം ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാമോ? ദൈവസന്നിധി നമ്മെ സ്തോത്രം ഏൽപ്പിച്ച് ഒരു നിമിഷം പറയാമോ? കർത്താവേ, ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നെ ആരാധിപ്പാൻ, നിന്റെ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നിലനിൽപ്പാൻ
കർത്താവേ, ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാമോ? ഈ ദിവസങ്ങളിൽ സ്തോത്രം, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. വിശ്വസ്തയോടുകൂടെ നിന്ന്, ദൈവഭയത്തോടുകൂടെ നിന്ന്, ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നിലനിന്നുകൊണ്ട് കർത്താവെ അപ്പനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, സ്തോത്രം, രക്ഷയുടെ പാനപാത്രം എടുത്ത് അവരെല്ലാം ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ, ഭയത്തോടുകൂടെ മടങ്ങി വരും. മാതാപിതാക്കൾ ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ തലമുറകൾ മടങ്ങി വരുവാൻ ഭയത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ അബ്രഹാം കർത്താവിനെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ തലമുറകളെല്ലാം കർത്താവേ സ്തോത്രം സ്തോത്രം, തലമുറകളെല്ലാവരും ഭയത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ നാളുകളിൽ തലമുറകൾ ദൈവത്തെ ഭയത്തോടുകൂടി ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.